മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. ജീവന്റെയും മരണത്തിന്റെയും ദാസനെ ആശ്വസിപ്പിക്കാനുമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടെ അന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും പൗര്യ സന്തോഷത്തിലവരാനന്ദിക്കും. കർത്താവേ, നിൻ ചോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായേ, മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ നുതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ.
അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രയം ഏർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ വിധി ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോട് ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വർദ്ധിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചുയർപ്പിക്കുന്നവൻ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവെ, കരയുന്നവർ അങ്ങ് വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങേ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാന പ്രതീക്ഷയുടെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, എന്റെ കർത്താവെ, അങ്ങേ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അടയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ധ്യാനം രക്ഷയുമയിലും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, കരുണ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃപ്തിനെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ,
കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അവിടുന്നാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാം ഹൃദരെല്ലാരും മിന്നി വിളങ്ങും വദനവരുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം എല്ലാരും മിന്നി വിളങ്ങും വദനവരുണരാൻ വരമരുളേണം. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ എം ജി തോമസ്, നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിലാണ് അദ്ദേഹത്തോട് ബന്ധം. എൻ്റെ പ്രിയപ്പെട്ട അങ്കിള്, ഈ കുടുംബാംഗങ്ങളുടെ നല്ല അപ്പച്ചൻ, നല്ല ഭർത്താവ്, നമ്മുടെയൊക്കെ നല്ല പല രീതിയിൽ ബന്ധപ്പെട്ട വ്യക്തി, വലിയൊരു മിത്രം ഒക്കെ നമ്മിൽ നിന്നും യാത്ര ചോദിക്കുന്നു. ഈ നിമിഷം നമുക്ക് അദ്ദേഹത്തോട് എന്ത് യാത്ര ചോദിക്കാനുള്ള പ്രാർത്ഥനകൾ ആരംഭിക്കാം. വലിയ ഒരു സഭാ മകൻ്റെ അന്ത്യയാത്രയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ദുഃഖാന തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ പേരും മാർ തോമസ് ലീഹായുടെ പേരാണ് തോമസ്. ഈ തോമസുമായിട്ട് പല വിധത്തിൽ ബന്ധപ്പെട്ടവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം അനേകം സ്ഥലങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. പിലായി തുടങ്ങി പിലായി ദുർഗ്, അവിടെയൊക്കെ ഒത്തിരി കാലം സേവനം ചെയ്തു. പിന്നീട് കേരളത്തിലെ തൃശ്ശൂർ, പാല, ആലുവ, ചാലക്കുടി, കോഴിക്കോട്, ഇവിടെ ഉള്ള സ്ഥലങ്ങളെല്ലാം LICയുടെ മാനേജറായിട്ട്, അവസാനം ഡിവിഷണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. എവിടെയായിരുന്നാലും സഭയോടൊപ്പം നിന്ന് സഭയുടെ സ്ഥാപനങ്ങളുടെയും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് സഹായിച്ച, ഒരുപാട് ബന്ധപ്പെട്ട വലിയ വ്യക്തിയാണ് എന്ന് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ദിവസം മാത്രം ദുഃഖാന തിരുനാളായതുകൊണ്ട് ഒരുപാട് വൈദികർക്ക് വന്നെത്താൻ കഴിഞ്ഞില്ല. അവരുടെ ഇന്നലെ വന്നു പോയി. സഖ്യ പിതാവ് ഇന്നലെ വന്നു ഓഫീസിൽ പോയി. അനേകം വൈദികര് സമയത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് എത്താൻ. അതുപോലെ ഒരുപാട് സിസ്റ്റേഴ്സും ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളിൽ കടന്നു പോകുന്ന ഈ വ്യക്തിയും, അതുപോലെ ഈ കുടുംബാംഗങ്ങളും, അദ്ദേഹത്തിന്റെ പിന്നെ ആന്റിയും, അതുപോലെ മക്കൾ ഓരോരുത്തരും അവരായിരിക്കുന്ന എല്ലാ വിദേശത്തും ഇവിടെ ആയിരിക്കുമ്പോൾ സഭയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് സഭയുടെ പ്രേക്ഷിത, അതുപോലെ തന്നെ കാരുണ്യ ശുശ്രൂഷകളിലും സഭയുടെ എല്ലാം അതിന് ഏറ്റവും സാക്ഷികളായ ഒരുപാട് പേരുണ്ട്. ഏറ്റവും സാക്ഷിയായ സ്നേഹമുള്ള നമ്മുടെ തച്ചനച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം നമ്മളോട് രണ്ട് വാക്ക് ഇതിനിടയ്ക്ക് പറയും. അപ്പോൾ ആ എല്ലാ കൂടി ഓർത്ത് നന്ദിയോടെ അദ്ദേഹത്തിന്റെ യാത്ര പറയുമ്പോൾ നമുക്കൊരു നിമിഷം അദ്ദേഹത്തിന്റെ മുമ്പിൽ തലവനിച്ച് ആദ്യം തന്നെ വന്ദനം ചെയ്ത് നമുക്ക് മൗനമായിട്ട് അദ്ദേഹത്തോട് യാത്ര പറയാം. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന ഭാവികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉദ്ധിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിമുതൽ ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചനുമയാളുടെ സന്താനങ്ങളെ ഉദ്ധാരം വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. അതിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ. അന്തിമ ദിവസമുയർത്തേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ. ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു. രക്ഷയനാകും മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദര വിശുദ്ധ പൗലോസ്ലിഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിന്റെ വായന. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ പകലത്തിലെ എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, പനമ ചേച്ചി, പ്രവീൺ, പ്രതീഷ്, പ്രീതി, പ്രിയ, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കവറുടെ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച കുർബാന ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനിയൊരു ബലി നിന്റെ മേൽ അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണല്ലോ എല്ലാ ദിവസവും നമ്മൾ പള്ളിയിൽ നിന്ന് മടങ്ങുന്നത്. 1989 തൊട്ട് 99 വരെയുള്ള ഏതാണ്ട് 10 കൊല്ലക്കാലം ഞാനിവിടെ പള്ളിയിൽ കുർബാന ചെല്ലുന്ന അവസരത്തിലൊക്കെ ഈ കുടുംബം, മുക്കണ്ണിക്കൽ കുടുംബം, ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവിടുന്ന് പോരുമായിരുന്നു. ഇന്ന് തോമസ് ചേട്ടൻ നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ നമ്മോട് പറയുന്നത്, ഇനി ഒരു ബലി ഇവിടെ അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ബലി പൂർത്തിയായി കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. വിശ്വാസവർഷം നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. വിശ്വാസത്തിന്റെ ഒരു ഒന്നാം തരം ദർപ്പണമായിരുന്നു തോമസ് ചേട്ടൻ. ദൈവം എന്ത് തനിക്ക് കൊടുത്താലും അത് കൈമുത്തി സ്വീകരിച്ചുകൊണ്ട് 100% അതിനോട് നീതി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ലളിത ജീവിതത്തിന്റെ ഉടമയായിരുന്നു. തോമസ് ചേട്ടനെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം ഒരിക്കലും തോമസ് ചേട്ടന് അകലാനായിട്ട് സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു തോമസ് ചേട്ടൻ. സായങ്കാല ശുശ്രൂഷയില്, റംസയില് ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. കർത്താവേ, പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ വിഷമവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതാണ് പ്രാർത്ഥന. തോമസ് ചേട്ടന് ഇതെല്ലാം ലഭിച്ചു. കഴിയാത്ത മുക്കണിക്കൽ കുടുംബത്തില് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടിയ കാലം. അതിനുശേഷം സ്വഭാവം കുറെ ഏറെ ഫോർമേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങള്, നല്ല വിദ്യാഭ്യാസം, അങ്ങനെ പ്രതീക്ഷാനിർഭരമായിരുന്നു പ്രഭാതം, യൗവനകാലം. അത് കഴിഞ്ഞിട്ട് സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസത്തിലേക്ക് കടക്കുകയാണ്. തോമസ് ചേട്ടൻ പൊന്നമ്മ ചേച്ചിയായിട്ടുള്ള വിവാഹം നടന്നു. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ തോമസ് ചേട്ടന് ഏറ്റവും അനുയോജ്യയായിട്ടുള്ള ഒരു ഭാര്യയാണ് ദൈവം പ്രദാനം ചെയ്തത്. നമ്മൾ പറയില്ലേ, മുല്ലവള്ളി തേന്മാവിൽ തന്നെ കയറി എന്ന് പറയുന്ന പോലെ തോമസ് ചേട്ടന്റെ അതേ ആഗ്രഹത്തോടുകൂടി, അതേ പരസ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു സഹോദരിയായിരുന്നു. കാലത്തിന്റെ പൂർണ്ണതയില്, ആ സ്നേഹവല്ലരിയില് ദൈവം അവർക്ക് 4 മക്കളെ നൽകി. ഡോക്ടർ പ്രവീൺ, പ്രീതി, അതുപോലെ പ്രതീഷ്, പ്രിയ, ഇവരെല്ലാവരും എക്കാലത്തും അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയോട് ചേർന്ന്, പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, 1989 തൊട്ട് 99 വരെയുള്ള കാലഘട്ടം നമ്മുടെ പള്ളിയുടെ അവസ്ഥ ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. വളരെ കഷ്ടിച്ചൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. എല്ലാ കാര്യത്തിനും പൈസ വേണം, അത് പള്ളിയിൽ ആ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. ഈ കാലത്തെല്ലാം തോമസ് ചേട്ടനും പൊന്നമ്മ ചേച്ചിയും, പ്രവീൺ പിന്നെ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു, പ്രീതിയും പ്രശോഭം, അതുപോലെ പ്രിയയും, ഇവരെല്ലാവരും എല്ലാ കാര്യത്തിലും പള്ളിയോടുകൂടി ഉണ്ടായിരുന്നു.
വലിയൊരു ശക്തിയായിരുന്നു. വികാരിച്ചൻ്റെ വലങ്കൈയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു തോമസ് ചേട്ടൻ. അന്ന് ഞാൻ ഓർക്കുകയാണ്, തോമസ് ചേട്ടൻ്റെയും അതുപോലെ ഇവിടെയുള്ള പ്രായമായവർ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു പ്രസംഗിക്കാനൊരു അവസരം കിട്ടുന്നത് പള്ളിയുടെ അവസ്ഥ പണ്ട് കാലത്ത് എന്തായിരുന്നുവെന്നും അതിൽ നിന്ന് ഊർജം കൈക്കൊള്ളണമെന്നും എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് മൺമറിഞ്ഞു പോകുന്ന ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് ഓർക്കാനായിട്ട് സാധിക്കില്ലല്ലോ. വയസ്സന്മാരായ എന്നെ പോലെയുള്ള കുറച്ച് പേർക്ക് അത് ഓർത്ത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്ന് പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യം നടക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ലേഡീസ് വിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാഖയുണ്ടായിരുന്നു ഇവിടെ പ്രായം ചെന്ന അതിൽ പൊന്നമ്മ ചേച്ചിയും ഗ്രേസി ചേച്ചിയും അതുപോലെ ഇവിടെയുള്ള എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ക്രിസ്മസ് കാലങ്ങളിൽ നിങ്ങളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. കയ്യിൽ നിന്ന് കാച്ചെടുത്ത് കേക്കുണ്ടാക്കും. ആ കേക്കുണ്ടായി വീടുകളെല്ലാം കയറി വിൽക്കും. അത് വിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ പണമെല്ലാം കൊടുക്കുന്നത് പള്ളിക്കാണ്. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് വേണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിസ്വാർത്ഥ സേവനം, നിഷ്കാമ കർമ്മം എല്ലാം പള്ളിക്ക് വേണ്ടി. അപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയുടെ കാര്യമാണ് എപ്പോഴും ഓർമ്മ. അന്യവിചാരമില്ല, പള്ളിയുടെ കാര്യം മാത്രം. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഈ പള്ളിയിൽ ചാർജ് എടുത്തപ്പോൾ വളരെ കുറച്ച് പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊയർന്ന് പറയാനായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ആ അവസരത്തിൽ പ്രീതിയും പ്രതീഷും അതുപോലെ പ്രിയയും ഇവരെല്ലാവരും കൊയർന്നു വരുമായിരുന്നു. അങ്ങനെ ഇല്ലായ്മയിൽ ഉള്ളായ്മയുണ്ടായി. കാരണം അടുത്തുള്ള പള്ളികളിൽ നിന്നൊക്കെ അവരുടെ പാട്ട് കേൾക്കാനായിട്ട് ആളുകൾ ഇവിടെ വരുമായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ മനോഹരമായിട്ട് കൊയറിൻ്റെ കാര്യത്തിലായാലും പള്ളിയുടെ കാര്യത്തിലായാലും അതുപോലെ മുതിർന്നവരുടെ ആലോചന സംഘത്തിൽ ഇങ്ങനെയെല്ലാം പള്ളി നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇല്ലായ്മയിൽ ഒരു കുറവും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം പൈസ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടില്ല. കാരണം സ്നേഹപുരം പള്ളിയുടെ പൈസ ഇരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ കയ്യിലാണ്. ആവശ്യം വരുമ്പോൾ അവരെല്ലാവരും ഒത്തുകൂടും, വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്യും. ഇല്ലായ്മയിലാണ് നമ്മുടെ സെമിത്തേരി ഉണ്ടായത്. അതുപോലെ പള്ളിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടിയാൽ പല അത്ഭുതങ്ങളും, അതായത് 5000 പേരെ തീറ്റി തൃപ്തരാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചല്ലോ കർത്താവ്. 5 മീനും 5 അപ്പവും 2 മീനും. ഈ 5000 പേരെ തീറ്റി തൃപ്തരാക്കാനായിട്ട് 5 അപ്പവും 2 മീനും കൂടാതെ തന്നെ കർത്താവിന് സാധിക്കുമായിരുന്നു. എങ്കിലും അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതുപോലെ നമുക്കുള്ളതെല്ലാം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 കൈയും നിറയെ നിവൃത്തി അവരെല്ലാം പള്ളിക്കായിട്ട് കൊടുത്തു. അതിനെല്ലാം ഞാൻ ഒന്നാം സാക്ഷിയാണ് താനും. അങ്ങനെ പള്ളിയുടെ കാര്യത്തിൽ മുഴുവൻ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് ഈ മുക്കണ്ണിക്കൽ കുടുംബം. ഈ മുക്കണ്ണിക്കൽ കുടുംബത്തെ കുറിച്ച് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. കൈതാരത്ത് വരുന്ന അച്ഛന്മാർക്കൊക്കെ ആശ്വാസം നൽകിക്കൊണ്ടിരുന്ന ഒരു വല്യമ്മ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മുക്കണ്ണിക്കൽ കുടുംബത്തിന്റെ ഒരു അംശം സ്നേഹപുരത്തിലും ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യമുണ്ടായിരുന്ന പ്രതീക്ഷയിൽ നിന്ന് ഒട്ടും കുറയാതെ അവർ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ, മറ്റുള്ളവർ കണ്ണുനീർ ചിന്തുന്ന അവസരത്തിൽ ആശ്വാസവാക്കുകൾക്ക് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. അവരുടെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവർ കരകയറുന്നത് വരെ അവരോടൊപ്പം അസ്വസ്ഥരായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ കുടുംബാംഗങ്ങൾ. സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം. ഇപ്പോൾ തോമസ് ഏട്ടൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ മരണാസന്നരായിട്ടുള്ള വ്യക്തികളോട് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്, ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ജീവിതകാലത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളെല്ലാം കർത്താവിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കണക്ക് പുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം വായിക്കുന്ന അവസരത്തിൽ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കും. തോമസ് ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളെല്ലാം അനുസ്മരിച്ചു കഴിയുമ്പോൾ പിതാവേ, എന്റെ ദൗത്യമെല്ലാം ഞാൻ പൂർത്തിയാക്കി അങ്ങയുടെ പക്കലേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് തോമസ് ചേട്ടന് സാധിക്കും. അങ്ങനെ സൽപ്രവൃത്തികൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു, ജീവിത കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രശാന്തമായ സായങ്കാലം. എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചതിന്റെ ഒരു സംതൃപ്തി അനുഭവിച്ചുകൊണ്ട്
പ്രശാന്തമായിട്ടുള്ളൊരു സായങ്കാലം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. ഇപ്പോ നിത്യസമ്മാനത്തിന് ദൈവം അവിടുത്തെ വിളിച്ചിരിക്കുകയാണ്. അപ്പോ ധന്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഇതൊക്കെ പറയുന്ന അവസരത്തിലും മരണം നമുക്ക് വേദന ഉളവാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വേർപാട് എപ്പോഴും നമുക്ക് ദുഃഖമുണ്ടാക്കുന്നു. തോമസ് ചേട്ടൻ ജീവിച്ചിരുന്നപ്പോ കുടുംബത്തിന് ഒരു ശക്തിയായിരുന്നു, ഒരു വിളക്കായിരുന്നു. സൗമ്യമായ ഒരു പുഞ്ചിരി, മൃദുലമായ ഒരു സ്പർശം, ഉണർവേകുന്ന ഒരു നോട്ടം, പിതാവിനടുത്ത ഒരു കരുതല്, ധൈര്യം നൽകുന്ന ഒരു സാന്നിധ്യം, ഇതെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ എന്ന് ഓർത്തു കഴിയുമ്പോ പൊന്നമ്മ ചേച്ചിയുടെയും പ്രവീണിന്റെയും പ്രീതിയുടെയും അനൂപിന്റെയും അതുപോലെ പ്രിയയുടെയും ഒക്കെ കണ്ണിൽ നിന്ന് അറിയാതെ തന്നെ കണ്ണുനീര് വരികയാണ്. ദൈവത്തിന്റെ കൽപ്പനയോട് പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കണം എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ അത് നമ്മൾ അംഗീകരിക്കുന്ന അവസരത്തിൽ തന്നെ അത് എത്ര വേദനാജനകമാണെന്ന് അനുഭവിച്ച് അറിയുന്ന ഏതാനും ചില നിമിഷങ്ങളാണിത്. ഇനി അത് കിട്ടുകയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം. നമ്മൾ പറയില്ലേ, വഴിയിൽ കിടക്കുന്ന ഏതാനും തുള്ളി വെള്ളത്തുള്ളികളെ കടലിനോടോ പുഴയോടോ ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വെള്ളം എന്താണ്, കടൽ എന്താണ്, കര എന്താണ്, പുഴ എന്താണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയും. ഇതുപോലെ തോമസ് ചേട്ടന്റെ ജീവിതത്തിന്റെ ഓരോ അംശവും നിത്യതയോടും ദൈവത്തോടും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബന്ധമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് നിത്യതയിലേക്ക് എന്തുമാത്രം മുതൽ കൂട്ടും എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട്, അതുകൊണ്ട് സമ്പത്തിന്റെ നടുവിലും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വേണമെങ്കിൽ ഇഷ്ടം പോലെ ധൂർത്തടിച്ച് കഴിയാമായിരുന്നു. പക്ഷെ ആ ധൂർത്തൊന്നുമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, അതാണ് എന്റെ ഇഷ്ടം, അത് ദൈവത്തിന്റെ ഇഷ്ടം, അത് പൂർണ്ണമായിട്ടും പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വരുന്നു എന്ന് കർത്താവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പോലെ തോമസ് ചേട്ടന്റെയും കാര്യം ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ അതുപോലെ നടക്കട്ടെ. വാസ്തവത്തില് വേനൽക്കാലത്തും പുഷ്പിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമായിരുന്നു. ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഓരോ തരത്തിലുള്ള ക്ലേശങ്ങളുണ്ട്. ആ ക്ലേശങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. തോമസ് ചേട്ടൻ ആ പ്രശ്നങ്ങളെയെല്ലാം വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ തന്നെയല്ല, എന്റെ നല്ല ദൈവം എന്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ആ ഉറപ്പുള്ള വിശ്വാസമുള്ളപ്പോ ഏത് പ്രതിസന്ധിയെയും ധീരതയോടുകൂടി നേരിടാനായിട്ട് സാധിക്കും. നമ്മൾ പറയാറുണ്ട്, ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത. പരമാത്മാവിനോട്, ദൈവത്തോട് നമ്മൾ ഒന്നു ചേർന്ന് നിൽക്കുന്ന അവസരത്തിൽ നാം നമ്മെ തന്നെ വിജയിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോ, തണുപ്പായാലും ചൂടായാലും മാനമായാലും അപമാനമായാലും ആരോഗ്യമായാലും രോഗമായാലും എല്ലാം ഒരുപോലെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവും. ഈ ഉയർച്ചയുടെയും ദുഃഖത്തിന്റെയും അവസരങ്ങളിൽ അടിപതരാതെ നിന്നുകൊണ്ട് ധീരതയോടുകൂടി ഞാൻ തന്നെയല്ല, എന്റെ നല്ല ദൈവം എന്റെ കൂട്ടത്തിലുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നു, അവിടുത്തെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്, ഈ ഓർമ്മയുള്ളപ്പോ പിന്നെ അടിപതറുകയില്ല. എല്ലാം സമാധാനത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് സാധിക്കും, സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ തോമസ് ചേട്ടനെ കുറിച്ച് പറഞ്ഞു പോയാല് ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്. പെട്ടെന്നാണ് ഞാൻ ഈ ഒരു അവസരം എടുക്കുന്നത്. ഏതായാലും തോമസ് ചേട്ടൻ എപ്പോഴും ഒരു സജീവ സാന്നിധ്യമായിരുന്നു ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം. തോമസ് ചേട്ടന്റെ സ്മരണയ്ക്ക് മുമ്പില് സ്നേഹത്തിന്റെയും ആദരവിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം വാടാമലരുകള് ഈ ഇടവകയുടെ നാമത്തിൽ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ഒരു കാര്യം കൂടി, തോമസ് ചേട്ടന്റെ ജീവിതകാലത്ത് എന്തെങ്കിലും കുറവ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം പരിഹരിച്ച് തോമസ് ചേട്ടന്റെ ദൈവം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് നമുക്ക് ഇപ്പോഴും തുടർന്നുള്ള പ്രാർത്ഥനകളിലും അനുസ്മരിക്കാം. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ,
അങ്ങനെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങനെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങളെ മിശിഹായെ അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും മൗനമായി നമ്മളുടെ വരുന്ന പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട തോമസ് അങ്കിളിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ഈ വേർപാട് ദൈവഹിതമായി സ്വീകരിച്ച് ശക്തി ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ശക്തി ലഭിക്കുവാനായിട്ട് തോമസേട്ടൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ പിന്നമാൻറ്റിക്ക് മക്കൾക്ക് ഓരോരുത്തർക്കും ബന്ധുപത്രാദികൾക്കും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ പള്ളിയിൽ ചെന്ന് പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ സെമിത്തേരിയിൽ പോയി സെമിത്തേരിയിൽ മതസംസ്കാരം കഴിഞ്ഞാൽ തിരിച്ച് പള്ളിയിൽ വന്ന് പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. സാധിക്കുന്നവരൊക്കെ ആ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 7-ന്റെ കർമ്മങ്ങൾ അടുത്ത തിങ്കളാഴ്ച 8-ാം തീയതി രാവിലെ 10:30 മണിക്ക് സ്നേഹപുരം പള്ളിയിൽ വെച്ച് ആയിരിക്കും എന്ന കാര്യവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രവീണ ആയിരിക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. സർവശക്തനായ പിതാവും ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. നമ്മോട് നല്ല വാക്കുകൾ പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനച്ഛൻ ഈ സ്നേഹപുരം ഇടവകയുടെ ആദ്യകാല സാരഥിയായിരുന്നു. അനേകം വർഷങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂർ മേരിമാത സെമിനാരി പഠിപ്പിക്കുന്നു. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇവിടെ തന്നെ പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ആണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. അത്രമാത്രം സ്നേഹമാണ് ഈ കുടുംബത്തോടുള്ളത്. അദ്ദേഹത്തിന് വന്നതിനും അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്കും കുടുംബാംഗങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് ഇപ്പോഴേ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ ഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന് ഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി
ഇളകും കടൽ പോലെ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്നെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി അങ്ങേ അണിയിക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം അവിടുത്തെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാ
നാളുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെയാര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ രാപ്പകൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. രാപ്പകലാ ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. സുഖം ഇപ്പോഴല്ല സമയം, സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. വൻകൃപയാ തന്നു സ്വർഗദർശനം, താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം ഹാമനോജ്ഞം സ്വപ്നത്തേക്കാൾ സുന്ദരം. ഭൂമിയിലെല്ലാം നിഴലു മാത്രം പൂർണ്ണത സ്വർഗത്തിൽ തന്നെ
ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമങ്ങൾ ധന്യമാകുന്നു. മുറ പോൽ നാഥനയക്കുന്നു, ദുഷ്ടന വിളയിൽ ശിഷ്ടനും ഒരുപോലെ. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി, നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമതിച്ചു കനകപ്രഭയിൽ കവരുടെ മൊഴി ചിഹ്നം, അതിലുള്ളവരോ നാഥന് പുകൾ പാടും. പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. സാധനം അതുപോൽ കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. മരണമുയർന്നിൻ കൈകളിലല്ലോ നിന്ന് നമിക്കുന്നു. സമാധാനം. സത്യവിശ്വാസത്തിന്റെ ലോകത്തെ സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവം നീതിന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും എല്ലാവർക്കും സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്നെ മാതാവായ കന്യകാമറിയം പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ദൈവത്തെ തന്നെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ഇവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുത്തവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർത്തിക്കണമേ. തുടർന്നാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിന്റെ കൃപാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലരുമായ പുരോഹിതരെയും ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളുടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏഴിന്റെ കർമ്മങ്ങള് അടുത്ത തിങ്കളാഴ്ച രാവിലെ 10:30. മരണശേഷം ദക്ഷിണാകു ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതം അനീശ്വരം സുവിശേഷത്തിൻ സന്ദേശം. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ.
ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനോരഥനാക്കുകയും ചെയ്യുന്ന ദൈവമേ, വിശുദ്ധന്മാർ വിശ്രമങ്ങൾ എന്ന കവടപത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമനീസായ ദുരിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ജലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ആകുലം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ഇവന്റെ വെള്ളത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കബറിടം പൗത്രീകരിക്കണമേ. പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. പ്രാർത്ഥന പരിമളവും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം എന്റെ വലത്തുഭാഗത്ത് നീ സ്വീകരിച്ച വിശുദ്ധ അത്യുന്നത ദൈവത്തിന്റെ ആശ്രയത്തിൽ നിന്നെ സഹായിക്കട്ടെ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന്. അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ. ആദ്യമുതലുള്ളവയെല്ലാം തെളിവായരുടെ നാഥെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്റെ വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് ഉദ്ധാനം നീങ്ങുന്നു. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യരാമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് വെറുതെ കൊടുത്ത അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോട് കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉയർപ്പിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും അനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. നിറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ
കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥൽ നിന്നത് കേൾക്കും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയേ, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് തുടച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവദായകവുമായ ശബ്ദത്താൽ ആ സമയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തോ നിരദാസൻ താമസിനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിരുമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനാകുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളെല്ലാവരിലും വസിക്കുകയും അവിടുത്തെ കാരുണ്യവും സംരക്ഷണവും നിത്യം നിലനിൽക്കുകയും അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വൈസ്രക്ഷനാണ് എൻ്റെ സഭയുടെ അംഗമാണ് തോമസ് കണ്ണാടിയച്ചൻ. അതുപോലെ തന്നെ പീറ്റർ അച്ഛൻ ദുബായിലുണ്ടായിരുന്ന പ്രൊഫഷണൽ കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണ്. അച്ഛന്മാർ അവർ സിസ്റ്റേഴ്സ് പേര് ഇന്നലെ തുടങ്ങി വന്നുപോയ എല്ലാ അച്ഛന്മാർക്കും അഭിനന്ദന പിതാവിനും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യ
കർത്താവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. പ്രിയരെ നിങ്ങൾ കരയരുദേവം, പരിശുദ്ധാത്മൻ തള്ളില്ലെന്നെ. തൻ്റെ വിശുദ്ധർ അഴുകി ദ്രവിക്കാൻ അനുമതീശൻ അരുളുകയില്ല. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സിയോൻ പൂകിടുമേ. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സിയോൻ പൂകിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. ഭൂവിലെ വാസം ഒരു നിഴൽ മാത്രം, മൃതിയോ മോക്ഷം പകരും വഴിയും. സുരലോകത്ത്
ജനത്തിൻ ഭാഗ്യമതോർത്താൽ കരയാനിനിയും കാരണമില്ലേ. തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുത്ഥാനം നേടിയിടുമേ. തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുത്ഥാനം നേടിയിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ.